ഞാനിന്നിവിടെ കുറച്ച് നെത്തോലി, ഉണക്ക നെത്തോലി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന നെത്തോലി, ഉണക്ക നെത്തോലിയാണ് ഈ കാണുന്നത്. ഇത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച്, അതിനു വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചതിന് ശേഷം ഈ ചട്ടിയിലോട്ടിട്ട് നെത്തോലി വറുത്തെടുക്കാം. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അത് ഈ ചട്ടിയിലേക്കിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തി കുറച്ചധികം ദിവസം ഇരിക്കും. നമുക്ക് ഒരാഴ്ച 2 ആഴ്ച വരെയൊക്കെ വെച്ചേക്കാൻ സാധിക്കും. ഇതുപോലെ തേങ്ങ ഒന്ന് മൂത്ത് വരാം. നല്ല മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുളക് ഒക്കെ ചേർക്കേണ്ടത്. ഈ തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് വന്നിരിക്കുന്നത് ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് അത് മിക്സിയിലിട്ട് ഒരു കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂപ്പിക്കുമ്പോൾ എല്ലാ തേങ്ങയും ഒന്നുപോലെ മൂത്ത് കിട്ടും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ജോലി എളുപ്പമാണ്. നമുക്കങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. അത് ജോലിക്ക് എളുപ്പമാണ്. എല്ലാവരും അങ്ങനെ ശ്രമിച്ച് നോക്കണം കേട്ടോ. ഇതാ നമ്മുടെ തേങ്ങ പരുവായി വന്നിട്ടുണ്ട്. ഇത്ര മൂപ്പാണ് ആവശ്യം. അതിലേക്ക് ഞാനൊരു 5-6 അല്ലി വെളുത്തുള്ളി തൊലിയോടുകൂടി ചേർത്തിട്ടുണ്ട്. കഴുകിയാണ് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ തൊലിയോടുകൂടി തന്നെ വെളുത്തുള്ളി അല്ലി ചേർക്കണം. 6, 7, 8 എണ്ണം ആയാലും കുഴപ്പമില്ല. ഞാൻ 6 അല്ലിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് അല്പം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ തികച്ച് വേണ്ട നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടിക്ക് ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ആ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഉപ്പും ഇതുപോലെ വറുത്ത് തന്നെ എടുക്കണം, എന്നാലേ ആ ഉപ്പിൻ്റെ വെള്ളമയം മാറിക്കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള ചമ്മന്തി കേടുകൂടാതെ ഇരിക്കും. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്തത് എല്ലാം റെഡി ആയിട്ടുണ്ട്. കരിവേപ്പിലയും മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മറ്റ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ ചേർത്തിരിക്കുന്നത് തേങ്ങ, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, മുളക് പൊടി, നല്ല ജീരകം, ഒരല്പം നല്ല ജീരകം, ഉപ്പ്, ഇതെല്ലാം കൂടി നമ്മൾ വറുത്ത് കോരിയതാണ് ഈ കാണുന്നത്. ഇതുപോലെ വേണം നമ്മൾ വെച്ചിരിക്കേണ്ട ചമ്മന്തിപ്പൊടി. വെച്ചിരിക്കേണ്ടതാണെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യേണ്ടത്. കേടുകൂടാതെ ഇരിക്കും. നമുക്ക് എപ്പോഴും നെത്തോലി, ഉണക്ക നെത്തോലി കിട്ടണമെന്നില്ല, എപ്പോഴും നമ്മളത് പൊടിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് 2-3 ആഴ്ച എടുക്കാൻ സാധിക്കും. ജോലിക്ക് പോകുന്നവർക്കായാലും കുട്ടികൾക്ക് ചോറ് കിട്ടുന്നത്, സ്കൂളിലേക്കായാലും ചോറ് കിട്ടുന്നത് ആവശ്യത്തിനൊക്കെ ഇതെടുക്കാൻ എളുപ്പമാണ് നമ്മളിങ്ങനെ പൊടിച്ച് വയ്ക്കുന്ന ചമ്മന്തി. ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ ഉണക്ക നെത്തോലി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വറുത്ത് കോരാം. നന്നായിട്ടും വറുക്കണം. ഇതിൽ ഈ നെത്തോലി മീനിൽ ഒരു മണ്ണോ പൊടിയോ ഒന്നും ഇല്ലാത്തതാണ്. അവർ ഉണക്കിക്കൊണ്ട് തന്നെങ്കിലും ഞാൻ തലയൊക്കെ കളഞ്ഞ്, തലയും വാലും ഒക്കെ കളഞ്ഞിട്ട് ഇവിടെയും ടെറസിൽ വെച്ച് ഒരല്പം വെള്ളം എടുത്ത് കഴുകി ഒന്നും കൂടെ വൃത്തിയാക്കി നെത്തോലിയാണ് ഈ കാണുന്നത്. ഇതുപോലെ ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. വറുത്ത് വെച്ച നെത്തോലി നമ്മൾ കല്ലിലേക്ക് വെച്ച് ചതയ്ക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നതിന് ശേഷം വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും മുളകും ജീരകവും എല്ലാം കൂടി ഇതിനോടൊപ്പം ചേർത്ത് നന്നായിട്ട് പൊടിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ചമ്മന്തിപ്പൊടി. ഇത് ഒരു 2 ആഴ്ചയോളം അടച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്കെടുക്കാവുന്നതാണ്. ഇത് ഞാൻ പച്ച തേങ്ങ കൊണ്ട് ചമ്മന്തി അരയ്ക്കാനാണ് പോകുന്നത്. തേങ്ങ വറുത്തരച്ചത് ഇതാ ഇവിടെ ആയിട്ടുണ്ട് ചമ്മന്തി. ഇതിനി പച്ചയ്ക്ക് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 7-8 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. വറ്റൽ മുളകിന് പകരം പൊടിയായിരുന്നാലും മതിയാകും. ഞാനിത് വറ്റലുള്ളത് കൊണ്ട് വറ്റലെടുത്ത്, അല്പം നല്ല ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ചെറിയ ഉള്ളി. ഇതിലേക്ക് വെളുത്തുള്ളി എടുക്കാറില്ല. അത്
അതത്രയും ഞാൻ അരച്ചിട്ട് കാണിക്കാം. ഇത് നമ്മൾ പച്ച തേങ്ങയും നെത്തോലിയും വെച്ച് അരച്ച ചമ്മന്തിയാണ്. ഇത് ഒരു ദിവസത്തേക്ക് മാത്രമേ എടുക്കാൻ സാധിക്കൂ. ഇങ്ങനെ തയ്യാറാക്കിയ 2 രീതിയിലുള്ള ചമ്മന്തിയാണ് നിങ്ങൾ കാണുന്നത്.